ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പട്ടികജാതി ജനവിഭാഗങ്ങളെ ബി.ജെ.പി. ഭരണസമിതി അവഹേളിക്കുന്നതായി തിരുവില്ലാമല പഞ്ചായത്ത് മെമ്പറും CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ ദിലീപ്. പട്ടികജാതി ജനവിഭാഗങ്ങളെ ബി.ജെ.പി. ഭരണസമിതി അവഹേളിക്കുന്നതായി തിരുവില്ലാമല പഞ്ചായത്ത് മെമ്പറും CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ ദിലീപ്. പട്ടികജാതി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്ന് പറയുന്നത് അവസാനിപ്പിച്ച് ഉന്നതി എന്നോ നഗർ എന്നോ അഭിസംബോധന ചെയ്യണം എന്ന 2024 ഉത്തരവ് നിലനിൽക്കുമ്പോഴും പഞ്ചായത്തിന്റെ എല്ലാ വ്യവഹാര രേഖകളിലും ഇപ്പോഴും കോളനി എന്ന് ഉപയോഗിക്കുന്നു എന്നും കഴിഞ്ഞ ദിവസം നടന്ന പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് കട്ടിൽ വിതരണ ചടങ്ങിലും ഇതേ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നും പ്രതിഷേധത്തിനെ അടക്കം ബി.ജെ.പി. ഭരണസമിതി അവഹേളിച്ചു തള്ളി എന്നും ദിലീപ് പറഞ്ഞു. എന്നാൽ ഈ ജനവിഭാഗത്തോട് തീർത്തും അവഹേളനപരമായിട്ടുള്ള നിലപാടാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ഭരണസമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 18/6/2024 അന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ പുറത്തിറക്കിയ ഒരു ഉത്തരവ് നിലവിലുണ്ട്. അത് പട്ടികജാതി ആവാസ കേന്ദ്രങ്ങളെ കോളനി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്ന ഉത്തരവാണ്. കോളനി എന്ന പേര് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ അവഹേളനവും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതിനാൽ ഉന്നതി എന്നോ നഗറുകളെന്നോ പട്ടികജാതി ആവാസ കേന്ദ്രങ്ങളുടെ പേര് മാറ്റണമെന്ന ഗവൺമെൻറ് ഉത്തരവ് നിലനിൽക്കുന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വ്യവഹാര രേഖകളിലും ഇപ്പോഴും കോളനി എന്ന വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ പട്ടികജാതി ജനവിഭാഗത്തിനുള്ള കട്ടിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അവരുടെ എല്ലാം അഡ്രസ്സിൽ നഗരെന്നോ ഉന്നതി എന്നോ പേരല്ലാതെ കോളനി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും ആ പ്രതിഷേധത്തെ യാതൊരു വിലയും കൽപ്പിക്കാതെ അതിനെ അവഹേളിച്ച് തള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പട്ടികജാതി ജനവിഭാഗത്തിനുള്ള ഫണ്ട് വിനിയോഗിക്കുന്നതിലും കൃത്യവിലോപം കാണിക്കുന്നുണ്ട് എന്നും ഇവരുടെ ഉന്നമനത്തിനായുള്ള 77 ലക്ഷം രൂപ ലാപ്സാക്കി കളയുകയാണ് ബി.ജെ.പി. ഭരണസമിതി എന്നും ദിലീപ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ തീരുമാനം പോലും നടപ്പിലാക്കാത്ത നടപടിയാണ് ഈ ഭരണസമിതി ചെയ്തതെന്നും ദിലീപ് ആരോപിച്ചു. പട്ടികജാതി ജനവിഭാഗത്തിനുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിലും വലിയ കൃത്യവിലോപമാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. 1,80,70,000 രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി SCP ഫണ്ടായി വകയിരുത്തിയിട്ടുള്ളത്. ആ ഫണ്ടിൽ ഏകദേശം 57% മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. 77 ലക്ഷം രൂപ പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ലാപ്സാക്കി കളയുന്ന സമീപനമാണ് ഈ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്.